ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഈ മാസത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മളോടൊക്കെ പലരും പല രീതിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പരിശുദ്ധ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതെ, പരിശുദ്ധ മാതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു മാസമാണിത്. ഇതൊരു മാസത്തിൻ്റെ പ്രത്യേകതയല്ല. പരിശുദ്ധ അമ്മയോട് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് നമ്മളുടെ ഉള്ളിലേക്ക് ചെറുപ്പം മുതലേ പല രീതിയിൽ മാതാപിതാക്കളിലൂടെയും വൈദികരിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള മതാധ്യാപകരിലൂടെയും കന്യാസ്ത്രീകളിലൂടെയും ഒക്കെ നമ്മളിത് ശ്രവിച്ചിട്ടുള്ളതാണ്. പക്ഷേ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്ന വേറൊരു പ്രാർത്ഥനയുണ്ട്. മകനെ, മകളെ, നീ എന്നോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ നിനക്ക് എന്നെപ്പോലെ പ്രാർത്ഥിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മളോട് ഓരോരുത്തരോടും വളരെ സ്നേഹത്തോടെ നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ കേട്ടിട്ട് അതിന് നൽകുന്ന ആദ്യ മറുപടി എങ്ങനെയാണ്? നിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ നിനക്ക് എൻ്റെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റും. അതെ, അമ്മയോട് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, പക്ഷേ അമ്മയെപ്പോലെ പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ട്. അമ്മയെപ്പോലെ പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ ദൈവവചനത്തോട് ദൈവവചനത്തോട് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചപ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സഹനങ്ങളുടെ ഒരു പ്രദക്ഷിണമായിരുന്നു. അപ്പോൾ സഹനങ്ങളെ സന്തോഷത്തോടുകൂടെ പരാതി കൂടാതെ സ്വീകരിക്കുക എന്നതാണ് പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അവിടെ നമുക്ക് തെറ്റുപറ്റി. കാരണം പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിക്കണം എന്നാണ് ആഹ്വാനം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചില പ്രാർത്ഥനകൾ നമ്മൾ ഉരുവിടുക എന്നതല്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാക്കിന് കീഴ്പ്പെട്ട് അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ, അല്ലേ, ജപമാലകൾ ചൊല്ലാം, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാം, സുഹൃത ജപങ്ങൾ ചൊല്ലാം. അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകൾ ഇങ്ങനെ മനഃപ്പാഠമാക്കി അത് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ അത് നമുക്കൊക്കെ എളുപ്പത്തിൽ പറ്റും. പക്ഷേ പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥിക്കണം. അതിനർത്ഥം പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിക്കണം. അതിനർത്ഥം പരിശുദ്ധ അമ്മ ജീവിതത്തിലേക്ക് സഹനങ്ങൾ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കണം എന്നല്ല, മറിച്ച് പരിശുദ്ധ അമ്മ ജീവിച്ചത് പാപരഹിതമായിട്ട്. അതെ, പാപത്തിന് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരേ ഒരു മനുഷ്യ ജന്മമേ ഉള്ളൂ, അത് പരിശുദ്ധ കന്യകാമറിയമാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ കന്യകാമറിയം നമുക്ക് മുമ്പിൽ നൽകുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മകനെ, മകളെ, എൻ്റെ പോലെ ഈ ലോകത്ത് നിനക്ക് ജീവിക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, സാധ്യമാണോ? പാപമില്ലാതെ ജീവിക്കുക എളുപ്പമാണോ? പാപമില്ലാതെ ജീവിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പാപമില്ലാതെ ആകാൻ എളുപ്പമാണ്, വളരെ എളുപ്പമല്ല. അതിനു വേണ്ടിയിട്ടാണ് സഭ കുംഭസാരം എന്ന വലിയ കൂദാശ നമുക്ക് നൽകിയത്. ഈ കുംഭസാരം എന്ന കൂദാശ യോഗ്യതയോടുകൂടെ നാം സ്വീകരിക്കുമ്പോൾ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഈ കുംഭസാര കൂട് എന്ന് പറയുന്നത് വെറുതെ ഒരു പാപമോചനത്തിൻ്റെ കൂടായി മാത്രം നമ്മൾ കാണരുത്, മറിച്ച് ഓരോ വ്യക്തിയെയും പരിശുദ്ധ അമ്മയിലേക്ക് രൂപമാറ്റം ചെയ്യുന്ന ഒരു രൂപീകരണശാലയായി നമുക്ക് കുംഭസാരക്കൂടിനെ കാണാൻ പറ്റും. അതെ, കുംഭസാരക്കൂട്ടിലൂടെ നമുക്ക് സംഭവിക്കുന്നത് എന്താ? കുംഭസാരക്കൂട്ടിൽ വെച്ച് ക്രിസ്തു നമ്മളുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയാണ്. ഇന്ന് ഈ നിമിഷം വരെ നിൻ്റെ ജീവിതത്തിൽ വാക്ക്, പ്രവൃത്തി, ചിന്ത, പെരുമാറ്റം, ഉപേക്ഷ ഇവയിലൂടെ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും നിനക്ക് ഞാൻ മോചനം നൽകുകയാണ്. പ്രിയമുള്ളവരെ, അതിനുശേഷം ആ പാപമോചനം സ്വീകരിച്ച വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കൃപ നിറഞ്ഞവനാണ്, അല്ലെങ്കിൽ കൃപ നിറഞ്ഞവളാണ്. പാപത്തിൻ്റെ കണിക പോലുമില്ലാതെ കൃപ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് അവൻ മാറുകയാണ്. അതെ, കൃപ നിറഞ്ഞവൾ
അതാണല്ലോ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അങ്ങനെയെങ്കിൽ ഓരോ കുമ്പസാരക്കൂട്ടിലൂടെയും നാം കടന്നു പോകുമ്പോൾ കുമ്പസാരക്കൂട്ടിലേക്ക് കയറുന്നത് ഞാനായിട്ടാണ്. പക്ഷേ കൂട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പാപമോചനം സ്വീകരിച്ചു കഴിയുമ്പോൾ ഞാനും നിങ്ങളും പരിശുദ്ധ അമ്മയുടെ തലത്തിലേക്ക് പുത്രനായ ക്രിസ്തുനാഥൻ നമ്മെ ഓരോരുത്തരെയും ഉയർത്തുകയാണ്. കയറിപ്പോകുന്ന ഞാൻ ഇറങ്ങി വരുന്നത് ഞാനായിട്ടല്ല, പരിശുദ്ധ അമ്മയായിട്ടാണ്. അതെ, കുമ്പസാരക്കൂട് പരിശുദ്ധ അമ്മയുടെ അവസ്ഥയിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൈപ്പിടിച്ചുയർത്തുന്നുണ്ട് എന്നത് കൃത്യമായി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ആയതിനാൽ പ്രിയമുള്ളവരെ, അമ്മ നമ്മുടെ പ്രാർത്ഥന കേട്ട് അത് സന്തോഷത്തോടെ സ്വീകരിച്ച് നമുക്ക് നൽകുന്ന വെല്ലുവിളി, മകനെ, മകളെ, നിനക്ക് നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് എൻ്റെ ഒരു തലത്തിലേക്ക് ഉയർന്നുകൂടെ. അതെ, പരിശുദ്ധ അമ്മയുടെ തലത്തിലേക്ക് ഉയരാൻ എളുപ്പമാണ് കുമ്പസാരക്കൂട്. പക്ഷേ ആ തലത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. ഒരു 10 സെക്കൻഡെങ്കിൽ 10 സെക്കൻഡ്, ആ ഒരു 10 സെക്കൻഡിലെങ്കിലും അമ്മയെപ്പോലെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റണം. പാപമില്ലാതെ, പാപത്തിൻ്റെ കറകളില്ലാതെ ദൈവകൃപ നിറഞ്ഞ ഒരു വ്യക്തിയായി ഈ ലോകത്ത് കുമ്പസാരക്കൂട്ടിലൂടെ ഞാൻ മാറ്റപ്പെടുമ്പോൾ ആ മാറ്റപ്പെടുന്ന അവസ്ഥയിൽ എനിക്ക് നിലനിൽക്കാൻ പറ്റണം. പ്രിയമുള്ളവരെ, നാം പാപത്തിലേക്ക് പെട്ടെന്ന് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. വീണ് പോയിക്കൊള്ളട്ടെ. പക്ഷേ ആ പാപകരമല്ലാത്ത അവസ്ഥയിൽ നിലനിൽക്കാനുള്ളൊരു താല്പര്യം, ആദ്യം ചിലപ്പോൾ 10 സെക്കൻഡ് ആയിരിക്കാം, അത് 20 സെക്കൻഡ് ആവണം. അതിങ്ങനെ വളർന്ന് വളർന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അമ്മയുടെ ജീവിതാവസ്ഥയിലേക്ക് നമ്മളുടെ ജീവിതാവസ്ഥ മാറ്റാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മൾ അമ്മയായി ജീവിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെ മാലാഖ അഭിസംബോധന ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. എന്താണ്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവകൃപ നിറച്ചവളെ എന്നല്ല, ദൈവകൃപ നിറഞ്ഞവളെ. നിറച്ചവളാണെങ്കിൽ അത് അവളുടെ അധ്വാനത്തിലൂടെ അവൾ സ്വന്തമാക്കിയത്. നിറഞ്ഞവൾ എന്ന് പറയുമ്പോൾ അത് അവളുടെ ജീവിതത്തിലൂടെ അവൾ ഇങ്ങനെ പാപരഹിതമായിട്ട് ജീവിച്ചപ്പോൾ അതിലേക്ക് ഒഴുകി വന്ന, അവൾ പോലും അറിയാതെ ഒഴുകി വന്ന കൃപയുടെ ഒരു സമൃദ്ധി ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഈ അഭിസംബോധനയിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിലേക്ക് ദൈവമായ കർത്താവ് പിറവി നൽകിയപ്പോൾ ഉത്ഭവപാപത്തിൻ്റെ കണിക പോലും, അല്ലെങ്കിൽ ഉത്ഭവപാപത്തിൻ്റെ പോറലേൽപ്പിക്കാതെ ഈ അമ്മ ജന്മത്തെ ഈ ലോകത്തിലേക്ക് ദൈവം സമ്മാനമായിട്ട് നൽകി. പ്രിയമുള്ളവരെ, ഈ അമ്മയ്ക്ക് ദൈവം കൊടുത്ത വലിയ സമ്മാനമാണ് ഉത്ഭവപാപമില്ലാത്ത ജനനം. ആ ഉത്ഭവപാപമില്ലാത്ത ജനനം അമ്മയ്ക്ക് സമ്മാനമായിട്ട് ലഭിച്ചപ്പോൾ അത് ചെറിയ ഒരു വിത്തായി അവളത് സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവളുടെ ഹൃദയത്തിൽ അത് പാകുകയാണ്. അങ്ങനെ ഉത്ഭവപാപത്തിൻ്റെ കണികയില്ലാതെ പിറന്നു വീണ അവൾ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ കർമ്മപാപത്തിൻ്റെ ഒരു കണിക പോലും അവളുടെ ജീവിതത്തിലൂടെ അവൾ കൊണ്ടുവരാതിരിക്കാൻ പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. അതെ, ദൈവമായ കർത്താവ് ഉത്ഭവപാപത്തിൻ്റെ കണികയില്ലാത്ത ഒരു ജന്മം അവൾക്ക് സമ്മാനമായിട്ട് നൽകിയപ്പോൾ ആ സമ്മാനത്തിന് പ്രതിസമ്മാനമായി കർമ്മപാപമില്ലാതെ അവൾ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക് ഈ ദൈവകൃപ അവൾ പോലും അറിയാതെ ഒഴുകിയിറങ്ങിയത്. പ്രിയമുള്ളവരെ, ആ കർമ്മപാപമില്ലാത്ത അവസ്ഥ സ്വാഭാവികമാണ്. നമ്മളുടെ പ്രഥമ കൂദാശയായ മാമോദീസായിലൂടെ നമ്മളുടെ ശരീരത്തിൻ്റെ, നമ്മളുടെ മനസ്സിൻ്റെ, നമ്മളുടെ ആത്മാവിൻ്റെ ഉത്ഭവ പാപക്കറകൾ കഴുകിക്കളഞ്ഞു. പിന്നീട് നമ്മളിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർമ്മപാപത്തിൻ്റെ കറകളിലേക്ക് നാം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ആ പാപത്തിൻ്റെ കറ കുമ്പസാരക്കൂട്ടിലൂടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയായി മാറുകയാണ്.
അങ്ങനെ പരിശുദ്ധ അമ്മയായി മാറുവാനും ആ അമ്മയുടെ തലത്തിൽ നമുക്ക് കുറച്ച് സമയമെങ്കിലും ജീവിക്കാൻ സാധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അമ്മയെപ്പോലെ ജീവിക്കാൻ നാം തയ്യാറെടുക്കുകയാണ്. അങ്ങനെ അമ്മയെപ്പോലെ ജീവിച്ച് അമ്മയിലേക്ക് ഒഴുകിയിറങ്ങിയതുപോലെ ദൈവകൃപ നമ്മിലേക്കും ഒഴുകിയിറങ്ങും. അങ്ങനെ വരുമ്പോൾ മാലാഖമാർ നമ്മെ നോക്കി പറയും, ദൈവ കൃപ നിറഞ്ഞവളെ, ദൈവ കൃപ നിറഞ്ഞവനെ. അങ്ങനെ മാലാഖമാരെ കൊണ്ട് പറയിപ്പിക്കാവുന്ന ഒരു ജീവിതം മകനെ, മകളെ, നിനക്ക് ജീവിക്കണ്ടേ? നീ ഇത് ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, നമ്മളുടെ കുമ്പസാരക്കൂടിനെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാസത്തെ മെയ് മാസം എന്നാണ് പറയുന്നത്. ഈ മെയ് മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായി വണക്കം സൂക്ഷിക്കുന്ന മാസമാണ്. ഇതിന് അതിൻ്റേതായ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. എങ്കിലും ഒരു കൊച്ചുകുട്ടിയും അമ്മാമ്മയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ ഇതിൻ്റെ പൈതൃകത്തെപ്പറ്റി വളരെ സുന്ദരമായി നമ്മളുടെ മുമ്പിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, അമ്മാമ്മയുടെ വാക്ക് കേട്ട് ഈ കുഞ്ഞു വന്ന് പറയുന്നുണ്ട്, അച്ഛാ, മെയ് മാസത്തിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. കാരണം ബാക്കി എല്ലാ മാസങ്ങൾക്കും 4 അതിൽ കൂടുതലും ആൽഫബറ്റ്സ് ഉണ്ട്, അക്ഷരങ്ങളുണ്ട്. പക്ഷേ മെയ്ക്ക് മാത്രം 3 ഉള്ളൂ. അതുകൊണ്ട് ഒരക്ഷരം വിട്ടുപോയതാണെന്നാണ് പറയുന്നത്. ആ വിട്ടുപോയ അക്ഷരം വേറൊന്നുമല്ല, അത് 6 അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നിന്നോട് ഇത് ആര് പറഞ്ഞാ? എൻ്റെ അടുത്ത് ഇത് വേറെ ആരും പറഞ്ഞല്ല, അമ്മാമ്മ പറഞ്ഞതാ. ഈ 6 പ്രതിനിധാനം ചെയ്യുന്നത് റോസരിയാണ്, ജപമാല. അതുകൊണ്ട് മകളെ, ഇത് നീ കലണ്ടറിൽ തിരുത്തണ്ട, മറിച്ച് പരമാവധി ജപമാല ചൊല്ലി ഈ അക്ഷരത്തെറ്റ് ജീവിതത്തിലൂടെ നീ മാറ്റിയെടുക്കണം. പ്രിയമുള്ളവരെ, മെയ് മാസത്തിൽ ജപമാലകൾ ഒരുപാട് ചൊല്ലണം എന്ന് ഈ അമ്മാമ്മ തൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ, അത് വളരെ സന്തോഷത്തോടു കൂടെ എൻ്റെ അടുക്കൽ വന്ന് പറയുമ്പോൾ, അത് ഞാനിങ്ങനെ സന്തോഷത്തോടെ ഉള്ളിലേക്ക് സൂക്ഷിച്ചുകൊണ്ട് ഈ അമ്മാമ്മയെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയുണ്ടായി. അങ്ങനെ ഈ സുന്ദരമായ ചിന്ത പകർന്നു നൽകിയ അമ്മാമ്മയ്ക്കും കൊച്ചുമകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവാലയത്തിലെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമായ കർത്താവ് എന്നോട് ചേർത്ത് വെച്ച വേറൊരു ചിന്ത കൂടെയുണ്ട്. മോനഡാശേ, ഈ അമ്മാമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. മാസത്തിൻ്റെ അക്ഷരത്തിൽ ഒരക്ഷരം കുറവുണ്ട്, അത് 6 തന്നെയാണ്. അതും അമ്മാമ്മ പറഞ്ഞത് ശരിയാണ്. പക്ഷേ 6 ജപമാലയെ, റോസരിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തരം താഴ്ത്തി നീ ചിത്രീകരിക്കരുത്. പക്ഷേ എനിക്ക് നിന്നോട് പറയാനുള്ളത്, 6 എന്ന് പറയുന്നത് അത് ജപമാലയെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നല്ല, മറിച്ച് പശ്ചാത്താപത്തെ, റിപ്പൻഡൻസിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരക്ഷരമാണ്. എന്നിട്ട് ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയുടെ ഈ മാസത്തിൽ എന്നോട് പങ്കുവച്ച ഒരു ദൈവിക ചിന്ത ഇത്ര മാത്രമേ ഉള്ളൂ. ഈ മാസത്തിൽ പശ്ചാത്താപത്തോടു കൂടെ കുമ്പസാരിച്ച് നിൻ്റെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവകൃപ നിറഞ്ഞവനായി മാറുവാൻ നീ ക്ഷണിക്കപ്പെട്ടിരിക്കുക. അതേ പ്രിയമുള്ളവരെ, ഈ മെയ് മാസം നല്ല കുമ്പസാരത്തിലൂടെ എന്നിലെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് ക്രിസ്തുവിൻ്റെ അചഞ്ചലമായ സ്നേഹമായ ദിവ്യകൂദാശ ഈ ശരീരത്തോട് ചേർത്ത് വയ്ക്കുവാനായി നീ പരിശ്രമിക്കണം. അങ്ങനെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് ശുദ്ധമായ ഹൃദയത്തോടെ, മനസ്സോടെ കർത്താവിൻ്റെ ബലിയിൽ പങ്കുചേർന്ന് ആ ചങ്കിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിൻ്റെ വിശുദ്ധി സ്വന്തമാക്കി ആ ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഈ ശരീരത്തോടിങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാസത്തെ ഒരമ്മയെപ്പോലെയല്ല, പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിക്കുവാൻ നീ സന്നദ്ധനാകണമെന്ന് അമ്മയും മകനും ത്രിത്വൈക ദൈവവും നമ്മെ ഓരോരുത്തരെയും നോക്കി ആഹ്വാനം ചെയ്യുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ മെയ് മാസം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കേണ്ട മാസമല്ല, പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥിക്കേണ്ട മാസമാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിക്കുക എന്നാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിക്കുക എന്ന് വെച്ചാൽ പാപമില്ലാതെ ദൈവകൃപ നിറഞ്ഞവളായി
ഈ ലോകത്തിൽ ജീവിക്കുക. പാപമില്ലാതെ ദൈവകൃപ നിറഞ്ഞവളായി ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള കൂദാശകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുമ്പസാരം എന്ന കൂദാശ. ആ കൂദാശയിലേക്ക് നീ സമീപിക്കുമ്പോൾ നീയായിട്ടാണ് അതിനെ സമീപിക്കുന്നത്. പക്ഷെ പാപമോചനം സ്വീകരിച്ച് അവിടെ നിന്ന് നീ ഇറങ്ങിപ്പോരുമ്പോൾ നീയായിട്ടല്ല, മറിച്ച് നിന്നെ ദൈവമായ കർത്താവ് പരിശുദ്ധ അമ്മയുടെ പദത്തിലേക്ക് ഉയർത്തി നിർത്തുകയാണ്. അങ്ങനെ അമ്മയായി കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം നിൻ്റെ ചെവിട്ടിൽ മന്ത്രിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഞാനാ, പക്ഷേ ഞാൻ തന്നെയായി ഈ ലോകത്തിൽ ജീവിക്കുക ബുദ്ധിമുട്ടാണ്, വീണുപോകും, പക്ഷേ പരിശ്രമിക്കണം. ഞാനെന്ന അവസ്ഥയിൽ, ദൈവകൃപ നിറഞ്ഞ അവസ്ഥയിൽ നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. പ്രിയമുള്ളവരെ, കുമ്പസാരത്തെ ഒന്നുകൂടെ ഈ സമയം പരിശോധിക്കുകയാണ്. പലപ്പോഴും ആവർത്തിച്ചുള്ള പാപങ്ങൾ നമ്മെ തന്നെ കുമ്പസാരത്തിൽ നിന്ന് അകന്നു നിൽക്കണമെന്നൊക്കെ പ്രേരിപ്പിക്കാറില്ലേ? പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ, എന്തുകൊണ്ടാണ് ദൈവത്തിന് എന്നെ ഈ പാപത്തിൻ്റെ വശ്യതയിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റാത്തത്? പ്രിയമുള്ളവരെ, അവന് മോചിപ്പിക്കാൻ പറ്റാത്തതല്ല, മറിച്ച് അവൻ നമ്മെ ബഹുമാനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോഴൊക്കെ ഞാനും പാപത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനോട് പ്രായശ്ചിത്തം ചെയ്യും, വീണ്ടും ഇതേ പാപത്തിലേക്ക് വീഴാതിരിക്കാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. പക്ഷേ വീണ്ടും പാപത്തിലേക്ക് വീഴുമ്പോൾ ഉള്ളൊന്ന് പെടയും. തമ്പുരാൻ്റെ മുമ്പിൽ പശ്ചാത്താപത്തോടുകൂടെ നിൽക്കുമ്പോൾ തമ്പുരാൻ എൻ്റെ മനസ്സിലേക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ നിറവിൽ തികഞ്ഞ ഒരു സന്ദേശം ഇങ്ങനെയാണ്: എൻ്റെ മകനെ, നീ പാപത്തിലേക്ക് വീഴുമെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ മകനെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീ നിന്നെ അറിയുന്നതിനേക്കാളും കൂടുതൽ നിന്നെ ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. വേണമെങ്കിൽ എനിക്ക് നിന്നെ പാപത്തിൽ നിന്ന് മാറ്റി നിർത്തി ഞാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഒരടിമയെപ്പോലെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും. പാപത്തിൻ്റെ അടിമയാകാതിരിക്കാൻ വേണ്ടി ഞാൻ മരണത്തെ പുൽകിയതുപോലെ പുണ്യത്തിൻ്റെ അടിമയാകാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പുണ്യമെന്ന് പറയുന്നത് ഒരു അടിമത്വമല്ല, മറിച്ച് നീ മനഃപൂർവ്വം സ്വന്തമാക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ പുണ്യത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രം ചരിക്കാം, പക്ഷേ അവിടെ നീ ഒരു മനുഷ്യനായിട്ട് മാറുന്നില്ല, വെറും ഒരടിമയായിട്ട് മാറുകയാണ്. അതേ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പാപത്തിലേക്ക് വീണു പോകുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളുടെ അടുക്കൽ വന്ന് നമ്മളെ ഒരിക്കലും ദേഷ്യപ്പെടാറില്ല. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, നീ എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നൊന്നും പറഞ്ഞ് അവൻ നമ്മളെ ദേഷ്യപ്പെടുത്തില്ല. അവൻ്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീഴുന്നത് ഒറ്റ വാക്യം മാത്രം: നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ മുന്നിലേക്ക് നീട്ടും. ആ സമയത്ത് നമ്മളത് കണ്ടിട്ടും കാണാതെ നിൽക്കുമ്പോൾ അവൻ്റെ ചങ്കൊന്ന് പിടയും. കുരിശിൽ കിടന്ന് പ്രാണവേദന അനുഭവിച്ച സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ വേദനയാണ് ആ സമയത്ത് നാം അവന് നൽകുന്നത്. അതേ പ്രിയമുള്ളവരെ, അവനെ നാം വേദനിപ്പിക്കാതിരിക്കാൻ പരിശ്രമിക്കാം. അവനെ വേദനിപ്പിക്കാതിരിക്കണമെങ്കിൽ പാപം ചെയ്യാതിരിക്കണം എന്ന് നാം പറയാറുണ്ട്. പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരിക ഒട്ടും നടക്കാത്തൊരു കാര്യമാണ്. പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം വിവരിക്കുന്നില്ലേ? എന്താണ്? പത്രോസ് ക്രിസ്തു കടലിന് മീതെ, ഇങ്ങനെ വെള്ളത്തിന് മീതെ നടന്നു വന്നപ്പോൾ ക്രിസ്തുവിനോട് പത്രോസ് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞാനും വരട്ടെ? കർത്താവ് പറഞ്ഞു, നീ പോന്നോ. വളരെ സന്തോഷത്തോടുകൂടെ അവൻ ആദ്യത്തെ ചവിട്ട് വെള്ളത്തിന് മുകളിൽ ചവിട്ടി പാറയിൽ ചവിട്ടുന്നത് പോലെ അവന് തോന്നിയത്. രണ്ടാമതും ചവിട്ടി അവനിതാ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ നിൽക്കുക. പെട്ടെന്നാണ് ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തെ, അതായത് ഭയാനകമായ കടലിൻ്റെ ആഴത്തെപ്പറ്റിയും ചുറ്റുപാടുമുള്ള ക്ഷോഭത്തെപ്പറ്റിയും കടൽ ക്ഷോഭത്തെപ്പറ്റിയുമൊക്കെ അവൻ ചിന്തിച്ചത്. ശ്രദ്ധ തെറ്റിപ്പോവുകയാണ്. അത്രയും നേരം ശ്രദ്ധ കർത്താവിലായിരുന്നു, പക്ഷേ ശ്രദ്ധ പതറിപ്പോയി.
അവൻ താഴേക്ക് വീഴുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെയൊക്കെ ഭാവനയിൽ അവൻ താഴേക്ക് വീഴുന്നത് നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളതും പലയിടത്തും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും വെച്ച് ചിന്തിക്കുമ്പോൾ ഏതാണ്ട് അരപ്പൊക്കം അവൻ വെള്ളത്തിലേക്ക് താണു. പക്ഷേ അങ്ങനെ ചിന്തിക്കാനല്ല എനിക്കിഷ്ടം. അവൻ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. അവനിങ്ങനെ ആഴിയുടെ ആഴങ്ങളിലേക്ക് ശ്വാസം പോലും കിട്ടാതെ മരണത്തെ മുഖാഭിമുഖം കണ്ട് ഇങ്ങനെ ആഴിയുടെ ആഴങ്ങളിലേക്ക് വീണപ്പോൾ ഈ ദൈവമായ കർത്താവ് മുങ്ങാങ്കുളിയിട്ട് അവൻ്റെ അടുക്കിലേക്ക് എത്തി അവൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു പൊക്കി വെള്ളത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത്രയും നേരം കിട്ടാതിരുന്ന ശ്വാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അവനോട് ചോദിക്കുന്നുണ്ട്, അല്പവിശ്വാസി, നീ എന്തിനാ സംശയിച്ചത്? പ്രിയമുള്ളവരെ, ഈ കർത്താവ് യേശു മിശിഹ ആയിരുന്ന സ്ഥലത്ത് നിന്ന് അവൻ്റെ അടുത്തേക്ക്, വെള്ളത്തിനടിയിലേക്ക് വീണു പോയിരുന്ന പത്രോസിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു സമയമുണ്ട്. അതാണ് നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സമയം. അതെ, കർത്താവ് നമ്മളെ ബുദ്ധിയും ചിന്തയും നൽകി സൃഷ്ടിച്ചത് നമുക്ക് സ്വയമേവ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള നമുക്കുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അവൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ്. പലപ്പോഴും ആ സ്വാതന്ത്ര്യം നാം ദുരുപയോഗിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ആ സ്വാതന്ത്ര്യം നൽകുന്നത് ഒരിക്കലും അവൻ നമ്മളുടെ ഇങ്ങനെ കൂടെ നടന്ന് ഇത് ചെയ് അത് ചെയ് എന്ന് പറയത്തില്ല. അവനൊരു വിടവിട്ട്, അവനൊരു ഗ്യാപ്പിട്ട് നടക്കും. അവനും എനിക്കും തമ്മിൽ ഒരു വിടവുണ്ട്. അത് സ്വാതന്ത്ര്യത്തിൻ്റെ വിടവാണ്. അത് ക്രിസ്തു നമുക്ക് നൽകുന്ന ബഹുമാനത്തിൻ്റെ വിടവാണ്. അവൻ നമുക്കൊരു ബഹുമാനം നൽകുമ്പോൾ തിരിച്ച് അവൻ മറ്റൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവനോടും ബഹുമാനം കാണിക്കണം. പലപ്പോഴും ആ ബഹുമാനം കാണിക്കാതെ അവൻ നമുക്ക് നൽകിയ ബഹുമാനം ദുരുപയോഗം ചെയ്ത് പാപത്തിൻ്റെ വശ്യതകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ അവൻ നമ്മളുടെ അടുക്കിലേക്ക് വന്ന് നമ്മളോട് പറയും, മകനെ, നീ തിരിച്ചു വാ. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടും അത് കേട്ടിട്ടും ഗവനിക്കാതെ പാപത്തിൽ തന്നെ വീണ് കിടക്കുമ്പോൾ അത് അവന് കുരിശിൽ കിടക്കുന്നതിനേക്കാളും വലിയ വേദന. അങ്ങനെ കുരിശിൽ കിടക്കുന്നതിനേക്കാളും വലിയ വേദന കൊടുക്കാതെ പാപത്തിലേക്ക് വീണ് കഴിയുമ്പോൾ പുണ്യത്തിലേക്ക് തിരിച്ചു വരണം എന്ന താല്പര്യത്തോടു കൂടെ കർത്താവിങ്കിലേക്ക് ഓടി വന്ന് കുമ്പസാരക്കൂട്ടിലൂടെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് വീണ്ടും പരിശുദ്ധ അമ്മയുടെ തലത്തിലേക്ക് ഉയർന്ന് ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് ഒരർത്ഥമുണ്ട്. അതിന് സുന്ദരമായ ഒരു സൗന്ദര്യമുണ്ട്. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഈ മാസം പശ്ചാത്താപത്തോടു കൂടെ കുമ്പസാരക്കൂട്ടിലണഞ്ഞ് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയുടെ തലത്തിലേക്ക് പുത്രനാൽ ഉയർത്തപ്പെട്ട് ആ ഉയർത്തപ്പെട്ട അവസ്ഥയിലൂടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളുടെ കൂദാശയായ വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് അവിടെ നിന്ന് മുറിക്കപ്പെട്ട് എനിക്ക് നൽകിയ ആ തിരുവോസ്തി, ആ തിരുശരീരം, ആ തിരുരക്തം ഈ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചാൽ അവിടെയാണ് ഞാനെന്ന വ്യക്തിത്വത്തിൽ പരിശുദ്ധ അമ്മയെന്ന വലിയ ശക്തി രൂപം പ്രാപിക്കുകയുള്ളൂ. അങ്ങനെ രൂപം പ്രാപിക്കുമ്പോഴാണ് നമ്മളുടെ ഈ മെയ് മാസം അത് യഥാർത്ഥത്തിൽ ഒരു വണക്കമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, അതൊരു ഉണക്കമാസമാണ്. അതെ, ഇതൊരു ഉണക്കമാസമല്ല, അതൊരു വണക്കമാസമാണ്. നമ്മെ തന്നെ ദൈവകൃപയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള പരിശുദ്ധ അമ്മയ്ക്കു വേണ്ടി മാറ്റപ്പെട്ടിട്ടുള്ള മാസം. ആയതിനാൽ തീരുമാനിക്കാം, അമ്മേ, നിന്നോട് പ്രാർത്ഥിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ നിൻ്റെ ആഗ്രഹം അങ്ങനെയല്ല, നിന്നെപ്പോലെ പ്രാർത്ഥിക്കണമെന്നാണ്. അതുകൊണ്ട് നിന്നെപ്പോലെ പ്രാർത്ഥിക്കാൻ, നിന്നെപ്പോലെ ജീവിക്കാൻ, പാപത്തിൻ്റെ വശ്യതകളിൽ നിന്ന് അകന്നുമാറി പുണ്യത്തിൻ്റെ സമൃദ്ധിയിൽ ദൈവകൃപ നിറഞ്ഞവളായി ഈ ലോകത്ത് എത്രമാത്രം കാലം ജീവിക്കാൻ പറ്റുമോ അത്രയും കാലം ജീവിച്ച് പതറിപ്പോകുമ്പോൾ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടി വന്ന് വീണ്ടും ആ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് ജീവിതം ഇങ്ങനെ വീണും ഉയർന്നും മുന്നോട്ട് പോകുവാനുള്ള കൃപ അമ്മേ മാതാവേ, നീ തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.